ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എന്റെ ചാനലില് ഞങ്ങള് ഇപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് വിചാരിച്ചു ഒന്ന് പുറത്തൊന്ന് ജസ്റ്റ് പോവാം. അപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് എനിക്ക് ഓഫീസിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നേരെ ഫോറം മോളിലേക്ക് വിടാന്ന്. അപ്പോ ഹൈദരാബാദിലെ ഫോറം മോളും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. സോ അതാണ് ഞാൻ പെട്ടെന്നൊരു വ്ളോഗ് ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചത്. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു സിനിമ കാണണം എന്നുണ്ട്, പക്ഷെ അറിയില്ല കാണാൻ പറ്റുമെന്നുള്ളത്. കാരണം വാവെ നിങ്ങൾ വീട്ടിലാക്കിയിട്ടാ പോകുന്നത്. അപ്പം നേരത്തെ ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ മൂവിക്ക് കയറാൻ ചാൻസ് ഇല്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമീൻ നമ്മൾ എനിക്ക് പുറത്ത് കൊണ്ടുപോയില്ലെങ്കിലും ഒരു കുറെ തവണ വീട്ടിൽ വിളിക്കും കേട്ടോ, ഞങ്ങൾ ആൾ ഓക്കെ ആണോ കരയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. കാരണം അതനുസരിച്ചിട്ടാണല്ലോ നമ്മള് അവിടെ സ്പെൻഡ് ചെയ്യണോ വേണ്ടിയോ ഓടി വീട്ടിൽ വരണോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. എനിക്കൊന്നും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അതൊരു കാര്യമുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പം മൊത്തം എന്താ പറയാ, ആളുടെ ഒരു സ്കെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ വേഗം പോട്ടെ, കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് നല്ല അടിപൊളി ചൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഷട്ടപ്പടയെന്നും പറഞ്ഞ് ഇപ്പൊ തന്നെ ഞങ്ങൾ എന്തായാലും ഉള്ളതുകൊണ്ട് ബൈക്കിലാണ് പോകുന്നത്. അപ്പൊ എന്തായാലും മോളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ബാഗാണ് വാങ്ങേണ്ടതെങ്കിലും നമ്മൾ വിൻഡോ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമല്ലോ വാങ്ങാൻ. അപ്പം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇഷ്ടപ്പെട്ടോ? നമ്മൾ വെബ് സൈഡിൽ വന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. കുട്ടി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടോ. ഞാൻ പൊതുവേ വെജിൻ്റെ ആളല്ല, പക്ഷേ എനിക്ക് ഈ ഹൽദിറാംസിൻ്റെ ചോലെ ഭട്ടൂരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിനിസോയിൽ വന്നത് ടോയ്സ് എടുത്തു. ഇത് 3 എടുത്തത്. ഇതിൽ ഏതെടുക്കാം? കാണാൻ മറ്റേ പാട്ട് ഓർമ്മ വരുന്നു. 14 രാവിലെ നമ്മളിപ്പോൾ മിനിസോന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഡയറക്റ്റ് ഒന്ന് ലുലുവിൽ ജസ്റ്റ് ഒന്ന് കയറുവാണ്. അവിടെ നിന്ന് ഗ്രോസറിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ മീൻ കിട്ടുമെങ്കിൽ അതും വാങ്ങണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂവി, അതും പറ്റുമെങ്കിൽ ഒന്ന് കാണണം എന്നുണ്ട്. പക്ഷെ അതറിയില്ല കേട്ടോ നടക്കുമെന്ന്. സോ എന്നിട്ട് വീട്ടിൽ പോകാൻ പ്ലാൻ. നമ്മൾ ലുലുവിൽ വന്നിട്ടുണ്ടേ നേരെ ഫുഡ് കോർട്ടിലോട്ട് ഞങ്ങൾ വന്നു. ഞാനങ്ങനെ ക്ലബ് സുലൈമാനി എന്നൊരു ഡ്രിങ്കൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കുടിച്ചിട്ട് ഇവിടുന്ന് വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗ്രോസറി സാധനങ്ങൾ മാത്രം തന്നെയാണുള്ളത്. പിന്നെ ഒരു സിനിമ കാണണം. ഞാൻ ഇത് കാണണമെന്ന് കുറേ നേരമായിട്ട് പറയുന്നത്, എനിക്കറിയില്ല കാണാൻ പറ്റുമെന്ന്. സോ അതാണ് പ്ലാൻ. ഞാനില്ലേ ഹൈബിസ്കസ് ഐസ് ടീ ആണ് കേട്ടോ പറഞ്ഞത്, പക്ഷെ പണി പാടി. എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. പക്ഷേ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത സംഭവം എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. ഇത് എന്താ ലിച്ചി കൂളറോ? ലിച്ചി മീൻ, അതെ ലിച്ചി മൊജിറ്റോ ആണ് കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം. അതൊട്ടും കൊള്ളത്തില്ലായിരുന്നു ആ ഹൈബിസ്കസിൻ്റെ ഡ്രിങ്ക്. എന്നിട്ട് നേരെ ഞങ്ങൾ ഹൈപ്പറിൽ വന്നായിരുന്നു കേട്ടോ. അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. മീൻ, പച്ചക്കറി, ബാക്കി ഗ്രോസറി ഐറ്റംസൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. നല്ല ട്രാഫിക് ആയിരുന്നു. വീക്കെൻഡ് ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ രണ്ടാളും എത്തി. പിന്നെ ഫ്രഷ് ആയിട്ടാണ് നമ്മി ബേബീനെ എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്.
എന്താണ് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചു പോയ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഗ്രോസറി ഐറ്റംസ് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, അതൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ബക്ലാവ് മേടിച്ചു. അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിച്ചത്, പക്ഷെ കൊള്ളാം കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. പിന്നെന്താ, അപ്പം അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മിനീസോന്ന് ഒരു ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്ലാക്ക് ഹെഡ് സ്ട്രിപ്പ് ഉണ്ടല്ലോ, റിമൂവ് ചെയ്യുന്ന സ്ട്രിപ്പ്, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യുന്ന സ്ട്രിപ്പില്ല, ആ സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള പറയാം. കാരണം അത് മിനീസോന്ന് ഞാൻ മേടിച്ച രണ്ടും അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഷീറ്റ് മാസ്ക് വന്നിട്ട് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് വന്നിട്ട് 140 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്ത് 10 സ്ട്രിപ്സ് ഉണ്ട്. എന്താണ്, അഫോർഡബിൾ ആണ് അത് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും എഫക്റ്റീവ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഈ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.